സർക്കാരിന് തിരിച്ചടി. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതി ഇല്ലെന്നും കോടതി. നടപടി KSU നേതാക്കളുടെ ഹർജിയിൽ. സാങ്കേതിക പ്രശ്നമെങ്കിൽ പിഴവ് നികത്തുമെന്നും ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്നും മന്ത്രി P. രാജീവ്. പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന വിധിയെന്ന് VD സതീശൻ. സർക്കാരിന്റെ കരണത്തേറ്റടിയെന്ന് രമേശ് ചെന്നിത്തല. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് അതിരുകളില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയ്ക്കും പുരോഗതിക്കുമുള്ള പങ്കാളിയാണ് ഫ്രാൻസ് എന്നും സംയുക്ത പ്രസ്താവനയിൽ മോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ പിഴവ് സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ബോർഡിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം നടന്നിട്ടില്ലെന്നും ജയകുമാർ. 10 ദിവസത്തിനകം റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. ചർച്ചയ്ക്ക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. കോടതിയലക്ഷ്യ ഹർജിയിൽ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഉത്തരവ് മുൻ രജിസ്ട്രാർ നൽകിയ ഹർജിയിൽ. കോടതിയലക്ഷ്യ ഹർജി സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ തുടർ നടപടിയെടുക്കാത്തതിനാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് ED. സത്യാവസ്ഥ പുറത്തുവരണമെന്നും കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ എന്നും ജയറാം. ഇടനിലക്കാരൻ കൽപേഷും EDക്ക് മുന്നിൽ. മിനിറ്റ്സ് തിരുത്തിയോ എന്നറിയാനായി മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയുടെ കൈയക്ഷര മാതൃക പരിശോധിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ മുംബൈയിലെ ലോക് ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. ലോക് ഭവനിലെത്തിയ ഇമാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി ആശ്ലേഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് അതിരുകളില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥിരതയ്ക്കും പുരോഗതിക്കുമുള്ള പങ്കാളിയാണ് ഫ്രാൻസ് എന്നും സംയുക്ത പ്രസ്താവനയിൽ മോദി. हमें गर्व है कि भारत और फ्रांस मिलकर माउंट एवरेस्ट की ऊंचाइयों तक उड़ान भरने वाला विश्व का एकमात्र हेलीकॉप्टर भारत में बनाएंगे और ये पूरे विश्व को एक्सपोर्ट भी करेंगे. यानी इंडिया फ्रांस पार्टनरशिप knows no boundaries. It can reach from deep oceans to the tallest mountain. Friends, वर्ष 2026 भारत और यूरोप के संबंधों में एक टर्निंग पॉइंट है. कुछ ही दिन पहले हमने यूरोपियन यूनियन के साथ भारत के इतिहास का सबसे बड़ा और ഇന്ന് പുലർച്ചെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുംബൈയിലെത്തിയത്. ഗവർണർ ആചാര്യ ദേവറാത്തും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ചേർന്ന് സ്വീകരിച്ചു. AI ഉച്ചകോടിയിൽ മാക്രോൺ പങ്കെടുക്കും. 19-നാണ് ഇമാനുവൽ മാക്രോൺ മടങ്ങുക. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. 2008-ൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 ഫ്രഞ്ച് പൗരന്മാർ ഉൾപ്പെടെ 180-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. കോടതിയലക്ഷ്യ ഹർജിയിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ തുടർ നടപടി എടുക്കാത്തതിലാണ് കോടതിയലക്ഷ്യ ഹർജി. കേരള സർവകലാശാല വൈസ് ചാൻസലർ നേരിട്ട് ഹാജരാകുവാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ തുടർ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. അനിൽകുമാറിനെ മുൻപ് സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുവാൻ കോടതി സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം വീണ്ടും പരിശോധിച്ചെങ്കിലും VC ഇത് അംഗീകരിച്ചില്ല. ഫലത്തിൽ കോടതി നിർദ്ദേശം VC അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ രജിസ്ട്രാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. VCയുടെ നടപടിയിൽ പ്രഥമദൃഷ്ട്യാ കോടതിയലക്ഷ്യമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലോട്
നേരിട്ട് ഹാജരാകുവാൻ കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നവകേരള സിറ്റിസൺ സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതി ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ലാതെ നവകേരള സർവേ നടത്താനിരുന്ന സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. KSU നേതാക്കൾ നൽകിയ ഹർജികളിലാണ് കോടതി നവകേരള സർവേ റദ്ദാക്കിയത്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ജനങ്ങളോട് ചോദിച്ചറിയുവാൻ സംഘടിപ്പിച്ച നവകേരള സർവേ CPMന്റെ പാർട്ടി പരിപാടിയാണെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. സർക്കാർ ചെലവിൽ CPMന്റെ പ്രചരണം നടത്തുവാനാണ് ശ്രമമെന്നും പ്രധാന സംഘാടകരിൽ പലരും CPM പ്രവർത്തകരാണെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ധനകാര്യ അനുമതിയില്ലാത്ത ഇത്തരം പരിപാടികൾ നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെയും വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പൊതുധനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം അനുവദിക്കാനാവില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. നവകേരള സർവേക്കെതിരായ ഹൈക്കോടതി വിധിയിൽ ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്ന് മന്ത്രി P. രാജീവ്. വിധി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ പിഴവ് നികത്തും. സർവേ റദ്ദാക്കിയത് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണോ എന്നറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സർവേ റദ്ദാക്കി വിധി വരട്ടെ. വിധി വന്നാലല്ലേ ഏത് കണ്ടീഷനിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാങ്കേതികമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. എന്തായാലും റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. ഇതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കോടതിയുടെ വിധി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട ഏതെങ്കിലും ഭാഗമാണ് ടെക്നിക്കലി അവർ പറയുമെന്നെങ്കിൽ ആ മാറ്റം വരുത്തും. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും. തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിവരയിടുന്നതാണ് നവകേരള ക്യാമ്പയിനിലെ കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നടപടി ബജറ്റ് മാനുവലിന്റെ ലംഘനമെന്നും സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്നും VD സതീശൻ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നവകേരള സർവേ റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നാണം കെട്ട പരിപാടിയാണ് സർക്കാർ നടത്താൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടി കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ലെന്നും വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് കാരണം KSRTC ബസ്സുകളിൽ പോലും ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള അപജയങ്ങളാണ് ബംഗാളിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുകയാണ്. കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ സ്ഥാപനമല്ല, CPMന്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയെന്ന് KSU. പൊതുഖജനാവിലെ പണം CPMന്റെ PR വർക്കിനായി വിനിയോഗിക്കാനായിരുന്നു സർക്കാർ നീക്കം. ഇതിനായി SFI, DYFI പ്രവർത്തകരെയാണ് നിയോഗിച്ചിരുന്നത്. ഈ നീക്കത്തിനാണ് ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടത്. PV സർക്കാരല്ല, PR സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു.
എല്ലാ വിധത്തിലുമുള്ള നികുതി ഈ സർക്കാരിന് അടയ്ക്കുമ്പോൾ അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടുന്ന പണമാണ്. എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാർ അവരുടെ PR എക്സസൈസ് നടത്തുന്നതിന് വേണ്ടി CPMൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം ഉപയോഗിക്കുമ്പോൾ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. പൊതു താൽപര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തു. ഇന്ന് ഹൈക്കോടതി നിശിതമായിട്ടുള്ള രീതിയിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തുകൊണ്ടാണോ ഇതിൻ്റെ പണം അലോക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള ഒരു പരിപാടി ഇവർ വിഭാവനം ചെയ്ത് യാതൊരു രീതിയിലേക്കുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ പിഴവ് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ബോർഡിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം നടന്നിട്ടില്ലെന്നും ജയകുമാർ പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. ചർച്ചയ്ക്ക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം. സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമെന്ന് മന്ത്രി VN വാസവൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളും. ഇടതുമുന്നണിയിൽ കൂടിയാലോചിച്ച ശേഷം സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്നത്തെ വന്നത് കോടതി വിധിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് കൂടിയാലോചിച്ചില്ല, ക്യാബിനറ്റ് വരുന്നതേ ഉള്ളൂ. LDF കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ നിലപാട് വരും. വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അല്ല, അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആരാധനകളൊക്കെ ചെയ്യുന്നവർക്ക് ദേവസ്വം വകുപ്പ് വിശ്വാസികളുടെ താല്പര്യം പരിരക്ഷിക്കുന്ന രൂപത്തിൽ ശബരിമലയിലെ ക്ഷേലും ആറ്റിയാൽപ്പങ്കോലയായിരുന്നാലും എന്നാലും തൃശ്ശൂർ പൂരമായിരുന്നാലും അതിലെല്ലാം വിശ്വാസികളോടൊപ്പം നിന്ന് അവരുടെ താല്പര്യം പരിരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിലൊരിക്കലും വിശ്വാസികൾക്കെതിരായി നിൽക്കില്ല. അതല്ല, അത് ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിഷയം പരിഗണിക്കുന്നത്. നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ വിഷയം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെയാണ് ഇതിന്മേലുള്ള നേരത്തെ തീരുമാനം എടുത്തത്. അതാണ് പുനഃപരിശോധനാ ഹർജിയിലൂടെ പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 14 ആകുമ്പോഴേക്ക് നമ്മുടെ നിലപാട് അറിയിക്കേണ്ട കാര്യം വരും. അത് കൂടി ആലോചിച്ച് കൃത്യമായി നമ്മുടെ നിലപാട് പറയും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയത് ആരാണെന്നും കൂടെ മനസ്സിലാക്കണം. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജിയിൽ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ജനാധിപത്യ വ്യവസ്ഥയിൽ തീരുമാനം ഇരുമ്പുലക്കയല്ല, ചില സാഹചര്യങ്ങളിൽ എടുത്ത തീരുമാനം തിരുത്തേണ്ടി വരും. ഇടതുപക്ഷം ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ആചാരലംഘനം പാടില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും ഗണേഷ് കുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. ഡെമോക്രസിയിൽ ഒരു തീരുമാനം ഇരുമ്പുലക്കയല്ല. അപ്പോൾ ചില തീരുമാനങ്ങൾ ചില സമയത്ത് എടുക്കും. ആ സാഹചര്യം മാറി ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തും. അല്ലാതെ ജനാധിപത്യ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ഇത് ഏകാധിപതിയുടെ ഭരണമല്ലല്ലോ. അപ്പോൾ LDF ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാനാണ് ജനാധിപത്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ നിന്നിട്ടുള്ളൂ. ഇനി അങ്ങനെ നിൽക്കുകയുള്ളൂ. മാത്രമല്ല KPMS-ഉം NSS-ഉം SNDP-യും അടക്കമുള്ള സാമുദായിക സംഘടനകൾ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം ശബരിമലയിലെ ആചാരങ്ങളെങ്ങനെ പാടില്ല എന്നുള്ളതാണ്. ആചാരലംഘനം പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അഫിഡവിറ്റ് കൂടുതൽ ശക്തമാക്കണമെന്ന് രാഹുൽ ഈശ്വർ. ദേവസ്വം ബോർഡും സർക്കാരും നിലപാട് വ്യക്തമാക്കണം. CPM-ഉം സർക്കാരും അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും 2 റിക്വസ്റ്റാണ്. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ദുർബലമായൊരു അഫിഡവിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക, പ്രകോപനവും ചലഞ്ചിങ്ങും ആവുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ എന്ന തർക്കം പോലും ഉണ്ടെന്ന് മുമ്പ് നമ്മുടെ മിനിസ്ട്രിയും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റിലൊക്കെ ഉണ്ട്. അതൊക്കെ വിവാദ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ശബരിമല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ
ബഹുസ്വരതയുടെ ക്ഷേത്രത്തിന്റെ വാവരും വെളുത്തയും അടക്കം മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്, എറ്റേണൽ സെലിബേറ്റ് ആണ് എന്ന വസ്തുത വളരെ ശക്തമായിട്ടുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ശക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത് കുറെ കൂടെ ശക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ്. ഇത് ദേവസ്വം ബോർഡിനോട്, ദേവസ്വം മന്ത്രിയോട്, മുഖ്യമന്ത്രിയോട് കൂടി നിങ്ങൾ ചോദിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവരെ ചോദ്യം ചെയ്ത് ഇഡി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിച്ചുവെന്നും വീണ്ടും വരാൻ ഇഡി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജയറാം പ്രതികരിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. ശബരിമലയിലെ വാതിൽപ്പാളികൾ ജയറാമിന്റെ വസതിയിൽ എത്തിച്ചതിന് പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടെന്നും 1 രൂപയുടെ പോലും പണമിടപാട് നടന്നിട്ടില്ലെന്നുമാണ് ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ശബരിമലയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണെന്നും അതിലൊരാളാണ് താനെന്നും ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. ഇടനിലക്കാരൻ കൽപേഷും കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് സ്വർണം എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു. എന്നാൽ പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്നാണ് കൽപേഷ് SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന മിനിറ്റ്സിൽ തിരുത്തി എഴുതിയത് ജയശ്രീയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇവരുടെ കൈയക്ഷരം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് ED കടന്നിട്ടുണ്ട്. മാത്രമല്ല ജയശ്രീയുടെ സ്വത്ത് വിവരങ്ങളും ED ശേഖരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ MLAയും മന്ത്രിയുമായിരുന്ന ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ തള്ളി. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ച നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. അഭിഭാഷകനായിരിക്കെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയ സംഭവത്തിൽ ആന്റണി രാജുവിനെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി 3 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ശിക്ഷാവിധിയെ തുടർന്ന് MLA സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധിയും ശിക്ഷാവിധിയും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റണി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ശിക്ഷ റദ്ദാക്കിയിരുന്നെങ്കിൽ ആന്റണി രാജുവിന് MLA സ്ഥാനം തിരിച്ചു കിട്ടുമായിരുന്നു. എന്നാൽ അപ്പീൽ തള്ളിയത് തിരിച്ചടിയായി. കേസിലെ 2ാം പ്രതിയാണ് ആന്റണി രാജു. 1990 ഏപ്രിൽ 4-ന് 61 ഗ്രാം ഹാഷിഷുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലായി. ഇയാളെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായ ആന്റണി രാജുവും കോടതി ക്ലർക്കും ചേർന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് കേസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയത്ത് KPCC സംസ്കാര സാഹിത്യ ഉത്സവ് 2026 സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര താരം പ്രേംകുമാർ പങ്കെടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയാണ്. ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ ജോസ് തോമസ്, മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ. ആലപ്പുഴ ശക്തിയുടെ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല സൗഹൃദമുള്ള മനുഷ്യൻ ശ്രീ NV പ്രദീപ് കുമാർ, അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ സന്ദീപ് ഹർഷൻ ഉൾപ്പെടെ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വ്യക്തിത്വം ശ്രീ ജോസഫ് വാഴക്കൻ, അദ്ദേഹം പറയേണ്ട പേരുകളിൽ ഒന്നാണത്. ഞാൻ അവരുടെ ഓർഡറിലൊന്നും അല്ല പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വിശിഷ്ട വ്യക്തികൾ ഇനിയും നിരവധിയുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസിന്റെ രീതിയിൽ നമ്മൾ എല്ലാവരെയും പറയാൻ പോകുന്ന ഉത്തരവുണ്ട്. അതൊന്നും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ സദസ്സിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ രീതിയിൽ ഉണ്ടാകുന്ന അവസ്ഥ. കോട്ടയത്ത് KPCC സംസ്കാര സാഹിത്യ ഉത്സവ് 2026 സമാപന സമ്മേളനം നടക്കുകയാണ്. ചലച്ചിത്ര താരം പ്രേംകുമാർ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. തത്സമയമാണ് കണ്ടത്.
അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് അടുത്ത തിങ്കളാഴ്ച തുടക്കമാകും. മാർച്ച് 3-ാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. മാർച്ച് 4-ാം തീയതി രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 23-ാം തീയതി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. തിരുവനന്തപുരത്തിന്റെ തെരുവീഥികളിൽ ഇനി കണ്ണകി ചരിതം മുഴങ്ങും. ദേവിയെ അന്നേ ദിവസം വൈകുന്നേരം 5:30 പാടി കാപ്പുകെട്ടി കുടിയിരുത്തും. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവം ഈ മാസം 23-ാം തീയതി 5:30 വൈകുന്നേരം കാപ്പുകെട്ടി കുടിയിരുത്തി ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയാണ്. മാർച്ച് 3-ാം തീയതിയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. രാവിലെ 9:45 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. ഈ വർഷത്തെ പൊങ്കാല ദിവസം ചന്ദ്രഗ്രഹണമായതിനാൽ താലപ്പൊലി നേർച്ചക്കാർ അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുമ്പായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് മാസം 3-ാം തീയതിയാണ് ലോകപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം. അന്ന് രാവിലെ 9:45 അടുപ്പ് കെട്ട് പൊങ്കാലക്കാർക്ക് ക്ഷേത്രത്തിൽ നിന്നും തീ പകരുന്ന ചടങ്ങ് നടക്കുന്നത്. അന്ന് തന്നെ 2:15 പൊങ്കാല നിവേദ്യം നടത്തുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പൊങ്കാല മഹോത്സവ ദിവസം തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്നുള്ള ഒരു വിശേഷം കൂടെ ഇതിലുണ്ട്. അപ്പം ജ്യോതിഷ വിധിപ്രകാരം ഉച്ചയ്ക്ക് 3:10 മുതൽ 7 മണി വരെ ദേവീ ദർശനം ഭക്തർക്ക് നൽകാൻ കഴിയുന്നില്ല. വൈകുന്നേരം 7 മണിക്ക് നട തുറക്കുന്നതാണ്. 9-ാം ഉത്സവ ദിവസം രാത്രി ദേവി മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. മാർച്ച് 4-ാം തീയതി ഉച്ചയോടെ ഘോഷയാത്രയുടെ അകമ്പടിയിൽ ദേവി ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. അന്ന് രാത്രി 9:45 കുടിയിളക്കിയ ശേഷം രാത്രി 12:45 നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2-ാം ബലാത്സംഗ കേസിൽ രഹസ്യമൊഴി നൽകി പരാതിക്കാരി. 1-ലേറെ തവണ രാഹുൽ യുവതിയെ പീഡിപ്പിച്ചതായാണ് മൊഴി നൽകിയിട്ടുള്ളത്. നെടുമങ്ങാട് കോടതിയിലാണ് മൊഴി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 2-ാം ബലാത്സംഗ കേസിലാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന പരാതിക്കാരിയായ യുവതി രഹസ്യമൊഴി നൽകിയത്. രാഹുലിനെതിരായ നിർണായക തെളിവുകളും കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം. KPCC അധ്യക്ഷന് യുവതി ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു. യുവതി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഹോം സ്റ്റേയിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് പരാതിയിലുണ്ട്. പേര് വെളിപ്പെടുത്താതെയാണ് പരാതിക്കാരി KPCC അധ്യക്ഷന് പരാതി നൽകിയത്. പിന്നീട് പരാതി DGPക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുലിനെതിരെ 2-ാം ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് വരും ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതേസമയം 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നാളെയും രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ PWD ഓഫീസ് ഉപരോധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് കലുങ്ക് നിർമ്മാണത്തിനായി തൊടുപുഴ മുതലക്കോടത്ത് റോഡരികിൽ വലിയ കുഴിയെടുത്തിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കുകയോ കുഴി കൃത്യമായി മൂടുകയോ ചെയ്തിരുന്നില്ല. ഈ കുഴിയാണ് ഒരു യുവാവിന്റെ ജീവൻ കവർന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മുതലക്കോടം ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികനായ മുതലക്കോട് സ്വദേശി ജെയ്സ് ബെന്നിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ ജെയ്സിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4-5 അപകടം ഈ കുഴി നടക്കുന്നത്. ഇത് 10-15 വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWD പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല.
ബോധപൂർവമല്ലാത്ത നരഹത്യക്ക് ഈ വിഷയത്തിൽ കൺസേൺഡ് PWD ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കണമെന്ന ഡിമാൻഡും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. കുഴി മൂടണമെന്ന് പലതവണ നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിനു നേരെ മുഖം തിരിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. തൊടുപുഴയിൽ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ വിശദമായി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശനമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. ഇതിൻ്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇത് ഏത് ഭാഗത്താണെന്നുള്ള പരിശോധിക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എല്ലാ വിശദമായ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കർക്കശമായ നിലപാട്. കരാറുകാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണം അല്ല, അതാ ഞാൻ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ ഇതിൽ നടപടിയുണ്ട്. കോട്ടയം മുണ്ടക്കയത്ത് സ്വകാര്യ ഓട്ടോറിക്ഷ മറിഞ്ഞ് വീട്ടമ്മ മരിച്ചു. മുണ്ടക്കയം മരോട്ടിയിൽ ആനന്ദവല്ലിയാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെ പുഞ്ചവയൽ കുളമാക്കൽ റോഡിലായിരുന്നു സംഭവം. എതിരെ വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടെ ഓട്ടോറിക്ഷ റോഡിൽ വട്ടം മറിയുകയായിരുന്നു. ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെട്ട് ഗുരുതരമായി പരിക്ക് പറ്റിയ ആനന്ദവല്ലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ ഓടിച്ചിരുന്ന അയൽവാസി ബിനോയ്ക്കും അപകടത്തിൽ പരിക്ക് പറ്റി. ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ എടത്വ വെട്ടുതോട് വളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഈ വളവിലുണ്ടായ അപകടങ്ങളിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 4 പേർക്കാണ്. അപകട സ്ഥലങ്ങളിൽ അപായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയോ ട്രാഫിക് നിയന്ത്രണം കർശനമാക്കുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2 വർഷത്തിനുള്ളിൽ 4 മരണവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളുമാണ് പ്രദേശത്തുണ്ടായത്. റോഡിലെ വളവിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപകടക്കെണിയാകുന്നത്. ഈ പ്രദേശം മഴക്കാലമായാൽ യാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. ദൂരെ നിന്നെത്തുന്ന വാഹനങ്ങൾ വളവിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് മറുഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഇതോടൊപ്പം റോഡിന്റെ വളവും ചരിവും വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. 3 പേര് മരണപ്പെടുകയും ഏതാണ്ട് 9ഓളം ആൾക്കാർക്ക് അപകടത്തിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് അടിയന്തരമായ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇതിന് അടിയന്തര പരിഹാരം, ഒന്നിൽ ഇവിടെ സ്പീഡ് ബ്രേക്കർ വെക്കോ ഇല്ലേ ഡേഞ്ചർ ലൈറ്റ് വെക്കോ, ഏത് തരത്തിലാണ് ഇതിനെ രക്ഷിക്കാൻ സാധിക്കുന്നത്, വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. 3 മാസം മുൻപുണ്ടായ അപകട മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ട്രാഫിക് കോൺ സ്ഥാപിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അതും തകർത്താണ് വാഹനങ്ങൾ പായുന്നത്. ട്രാഫിക് സിഗ്നലും സ്പീഡ് ബ്രേക്കറും CCTVയും സ്ഥാപിച്ചാൽ മാത്രമേ അപകടങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അതിവേഗത്തിൽ പോകുന്ന യാത്രക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ലൈസൻസ് റദ്ദു ചെയ്യാനുമുള്ള നടപടി ട്രാഫിക് വകുപ്പ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ സ്ഥലത്ത് വീണ്ടും ജീവൻ പൊലിയാൻ കാരണമാകും. അമൃത ന്യൂസ്, ആലപ്പുഴ. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളിക്കാവിലെ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ക്ലാപ്പന സ്വദേശി വിനീഷാണ് മരിച്ചത്. കരുനാഗപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിനീഷ് ലോഡ്ജിൽ മുറിയെടുത്തത്. കോഴിക്കോട് മൂഴിക്കലിൽ വയോധികന് മർദ്ദനമേറ്റു. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൽ ഖാദറിനാണ് മർദ്ദനമേറ്റത്. രാവിലെ കട തുറക്കാനെത്തിയ അബ്ദുൽ ഖാദർ കടയുടെ പൂട്ട് പൊളിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് ക്രൂരമർദ്ദനത്തിന് കാരണമായത്. മൂഴിക്കൽ സ്വദേശിയായ സഹോദരങ്ങളാണ് അബ്ദുൽ ഖാദറിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ അബ്ദുൽ ഖാദർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടും. രാവിലെ 10 മുതൽ രാത്രി 12 വരെ ബാറുകൾ തുറന്നിരിക്കും. MICE ടൂറിസം ഉള്ളിടങ്ങളിൽ പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. ഇതിനായി 5 ലക്ഷം രൂപ അധികം ഫീസ് നൽകണം. നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. പുതിയ സമയക്രമം സംബന്ധിച്ച എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് സൂചന.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബു ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ ബാബുവിന് പകരം ആരെന്ന ചർച്ച പാർട്ടിയിൽ സജീവമായി കഴിഞ്ഞു. ഹൈന്ദവ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലത്തിൽ BJP വലിയ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. 4 പേരുകളാണ് കോൺഗ്രസിൽ ഉയർന്നു കേൾക്കുന്നത്. 1991 MM ലോറൻസിനെ തോൽപ്പിച്ചാണ് കെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലം UDF-നൊപ്പം ചേർക്കുന്നത്. പിന്നീട് ബാബുവിന്റെ സ്വന്തം മണ്ഡലമായി തൃപ്പൂണിത്തുറ മാറി. 2016 M സ്വരാജ് വിജയിച്ചുവെങ്കിലും 21 ആയപ്പോൾ കെ ബാബു തിരിച്ചു വന്നു. എന്നാൽ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. ഇത്തവണ മത്സരത്തിനില്ലെന്ന് അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. പുതിയൊരു ആളെ തിരയുകയാണ് കോൺഗ്രസ്. അദ്ദേഹം മത്സരിക്കാൻ വലിയ താല്പര്യനല്ല, കാര്യം ആലോചിക്കും. മറ്റൊരാളെ ആലോചിക്കേണ്ടി വരുമല്ലോ. ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള ഇടമാണ് തൃപ്പൂണിത്തുറ. ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷമുള്ള മണ്ഡലം. കോൺഗ്രസ് പട്ടികയിൽ എറണാകുളം DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വക്താവുമായ രാജു P. നായരുടെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. മറ്റൊരാൾ നടൻ രമേശ് പിഷാരടിയാണ്. തമ്പി സുബ്രഹ്മണ്യം, M. ലിജു എന്നിവരും ചർച്ചയിലുണ്ട്. LDF-നും UDF-നും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. BJP അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇരട്ടിയിലധികം വോട്ടുകൾ തൃപ്പൂണിത്തുറയിൽ നേടേണ്ടി വരും. അമൃത ന്യൂസ്, കൊച്ചി. മണിശങ്കർ അയ്യർ കോൺഗ്രസ് കൂറില്ലാത്ത ആളെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പയാണ് മണിശങ്കർ അയ്യർ. മണിശങ്കർ അയ്യർ ഇന്ന് കോൺഗ്രസിന്റെ ഭാഗമല്ല. കേന്ദ്രത്തിൽ BJP-യെയും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തെയും പിന്തുണയ്ക്കുന്ന ഡബിൾ ഏജന്റാണ് മണിശങ്കർ അയ്യർ. അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള വിരുദ്ധ പ്രസ്താവനയെന്നും OJ ജനീഷ് കാസർഗോഡ് പറഞ്ഞു. സർക്കാർ പരിശോധിക്കും എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇവിടെ മണിശങ്കർ അയ്യറിനെ പോലെ ചില ആളുകളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിലേക്ക് വരുമെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ ചെലവിൽ സർക്കാരിന്റെ ഒരു പരിപാടിക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് കോൺഗ്രസിന് വേണ്ടി നല്ലത് പറയുമെന്ന് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം മുൻ കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ കേരളത്തിനകത്ത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് കോൺഗ്രസ് താല്പര്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിനകത്ത് കോൺഗ്രസ് രാജ്യത്ത് തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. തിരുവനന്തപുരം വലിയശാല കാന്തല്ലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രഥമ കാന്തല്ലൂരപ്പൻ പുരസ്കാരം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. ഫെബ്രുവരി 20 ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പുരസ്കാരം കൈമാറും. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം നൽകുന്നത്. ഫെബ്രുവരി 18 ബുധനാഴ്ച മുതൽ ഫെബ്രുവരി 27 വെള്ളിയാഴ്ച വരെയാണ് ഉത്സവം. ക്ഷേത്രതന്ത്രി തിരുവല്ല കൂഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിനെയും 1ാം ഉത്സവ ദിവസം ആദരിക്കും. ഗുജറാത്ത് തീരത്ത് കോസ്റ്റ് ഗാർഡും ഗുജറാത്ത് ATS-ഉം ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ലഹരി ശേഖരം പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 203 കിലോ മെത്താഫെറ്റമിൻ ആണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 വിദേശ പൗരന്മാരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. കടലിൽ വെച്ച് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ലഹരിക്കടത്ത് സംഘം വലയിലായത്. പിടിച്ചെടുത്ത ബോട്ടും ലഹരി മരുന്നും പോർബന്തറിലെത്തിച്ചു. സംഭവത്തിൽ വിപുലമായ അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരു നഗരത്തിലും വൻ ലഹരിവേട്ട. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടികൾ വിലമതിക്കുന്ന ലഹരി മരുന്ന് പിടികൂടി. മലയാളികൾ ഉൾപ്പെടെ 5 പേർ പിടിയിലായി. ചോക്ലേറ്റ്, ലേസ് പാക്കറ്റുകളിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന ഹൈഡ്രോ കഞ്ചാവാണ് പിടികൂടിയത്. തായ്ലൻഡിൽ നിന്നെത്തിച്ച 5 കോടി രൂപയുടെ ഹൈഡ്രോ കഞ്ചാവ് ഉണ്ടായിരുന്നത്. ഇവർ ആരുടെയെങ്കിലും ഏജന്റുമാരാണോ, ഇടപാടുകാർ ആരൊക്കെ തുടങ്ങി വിശദമായ പരിശോധനകൾ ഈ കേസുകളിൽ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു റെയ്ഡിൽ ബംഗളൂരു മഹാലക്ഷ്മി ലേ ഔട്ടിൽ നിന്ന് 30 കിലോ കഞ്ചാവുമായി മലയാളിയായ ആനന്ദ് പിടിയിലായി. ഇപ്പോൾ കണ്ണൂർ പിണറായിയിൽ പോലീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അതിലേക്ക്. കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്തത് പിക്കോസ് ആണ്. ഈ പ്രവൃത്തി നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വന്നത് എല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. നാം കാണേണ്ടത് പഴയ കാലത്തെ ഒരു സങ്കല്പമല്ല ഇപ്പോൾ പോലീസിനെ കുറിച്ചുള്ളത്. പോലീസ്
പൂർണ്ണമായും ജനങ്ങളോട് ആഭിമുഖ്യമുള്ളൊരു സേനയായി മാറിയിരിക്കുക. പഴയ കാലത്തിൽ നിന്ന് നമ്മൾ മാറി. പഴയ കാലം എന്നത് നാടിനെയും ജനങ്ങളെയും ശത്രുക്കളായി കണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കാലമായിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള പോലീസിംഗ് ആയിരുന്നു ഉണ്ടായത്. പക്ഷേ കുറേ കാലം ആ രീതി തന്നെ തുടർന്നു വന്നു. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആ രീതിക്ക് മാറ്റം വരുത്താനുള്ള ശ്രമം കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് കാലത്ത് തന്നെ തുടങ്ങി. നമ്മുടെ നാട്ടിലിടക്കിടക്ക് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു എന്നത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി പോലീസിന് വല്ലാത്ത ജനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദശാബ്ദമെടുത്താൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനസൗഹൃദമായി മാറിയ ഒരു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ദിവസമാണ് ഇന്ന്. ആ 9ാം വാർഷിക ദിനത്തിൽ WCC ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. WCCയുടെ നേതൃത്വത്തിൽ അവൾക്കൊപ്പം പ്രസ്ഥാനത്തിന്റെ 9ാം വാർഷികം കൊച്ചിയിൽ ഇപ്പോൾ നടക്കുകയാണ്. നടി ആക്രമിച്ച ദിവസം കൂടിയാണ്. ചലച്ചിത്ര പ്രവർത്തകർ മെഴുകുതിരി തെളിയിച്ച് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്.